അദ്ദേഹത്തിൻ്റെ ആദരണീയ മാതാവ് മിസിസ് ഫൽസാക്കുറ്റി, ഈ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാമുൽ ജോസഫ്, ഇതോടൊപ്പം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ശ്രീകാന്ത്, ഡോക്ടർ അബു എബ്രഹാം കോശി, ഡോക്ടർ ബാബു ജോർജ്, സ്വാഗതം ആശംസിച്ച പ്രൊഫസർ ഡി ശശിധരൻ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ളവരെ, ഞാനൊരു പ്രത്യേകമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. 1500ഓളം വേദികളിൽ സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നിയെങ്കിലും ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കുന്നില്ല. കാരണം മറ്റെല്ലാ വേദികളിൽ നിന്നും ഭിന്നമായി ഈ വേദി എനിക്ക് അനുഭവപ്പെടുകയാണ്. കാരണം തൊപ്പി വെച്ച് പ്രസംഗിക്കുന്നത് ആദ്യമായിട്ടാണ്. തൊപ്പി വെച്ച് പ്രസംഗിക്കുന്ന ഒരു അഭ്യുന്നതനായ സുഹൃത്ത് എനിക്കുണ്ട്. കേരളത്തിലെ പ്രഭാഷണ കലയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉന്നതമായ തലങ്ങളിൽ നിൽക്കുന്ന അഭ്യുന്നതനായ സുഹൃത്താണ് ശ്രീ അബ്ദുൾ സമദ് സർദാനി. അദ്ദേഹം തൊപ്പി വെച്ചാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊരു സൗകര്യമുള്ളത്, അദ്ദേഹം പ്രസംഗം മൂത്ത് വരുമ്പോൾ തൊപ്പിയും എടുക്കും, പ്രസംഗം തണുത്ത് വരുമ്പോൾ തൊപ്പി വയ്ക്കും. ഇതിപ്പോ അങ്ങനെ എടുക്കാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തന്നെയുമല്ല, എൻ്റെ ഒരു പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്ക് അതറിയാം. ഞാൻ പ്രസംഗം തുടങ്ങി കഴിഞ്ഞാൽ ഞാനല്ല അതാവുകയാണ്. ഈ തൊപ്പി എവിടെ പോകുമെന്നുള്ളവർക്ക് പ്രസംഗിക്കും. അതുകൊണ്ട് വളരെ ഒതുക്കി പറയാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. വളരെ കുറച്ച് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് സൗകര്യമായി. ഇതിപ്പോ ഒരു അനുഗ്രഹീതമായ ഓസ്പീഷ്യസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു നിമിഷം. തൊപ്പി അതിന്റെ ജോലി തുടങ്ങി. അനുഗ്രഹീതമായ ഒരു നിമിഷം ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ബിരുദം നേടുന്ന ആ സമയം, ബിരുദം കൈപ്പറ്റാൻ പോകുന്ന അത്യപൂർവമായ നിമിഷം. പറഞ്ഞുവല്ലോ, ഇതൊരു സെറമോണിയൽ ഡ്രസ്സാണ് അല്ലെ, ഇതൊരു അക്കാഡമിക് റോപ്പാണ്, ഇതൊരു അക്കാഡമിക് ക്യാപ്പാണ്. നമ്മൾ വിജ്ഞാനത്തിന്റെ ഒരു വലിയ മഹാകാശത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അത്യപൂർവമായ ഒരു ആഡംബരത്തിൻ്റെതൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത വിധമുള്ള മനോഹരമായ, മനോജ്ഞമായ, ഉന്നതമായ, മഹത്തായ, ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് ആഭരണം. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഡിഗ്രി എടുത്തു അല്ലെ, MBBS എടുത്തു, MLT എടുത്തു, എന്താണ് MBA എടുത്തു, എല്ലാം എടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിൽ. ഇതെല്ലാം നമ്മൾ എടുക്കുകയാണ്. മലയാള സാഹിത്യത്തിൽ നിരൂപകന്മാരും പ്രഭാഷകന്മാരും വേദിയിൽ എന്ന് പറയുന്നതാണ്. നമുക്ക് മിൽട്ടനെ എടുക്കാം, നമുക്ക് ഷേക്സ്പിയറിനെ എടുക്കാം, ആരെയും എടുക്കാം, ചങ്ങമ്പുഴയും എടുക്കാം. നിങ്ങളിപ്പോൾ ഡിഗ്രി എടുക്കുകയാണ്. നിങ്ങൾ MLT എടുത്തിരിക്കുന്നു, നിങ്ങൾ ഇമേജ് ടെക്നോളജിയിൽ ഡിഗ്രി എടുത്തിരിക്കുന്നു, MBA എടുത്തിരിക്കുന്നു. എന്റെ ലളിതമായ, വിനയമായ അപേക്ഷ, നിങ്ങൾ ഇത് എടുത്തിട്ട് ഇതെവിടെയും വയ്ക്കരുത്. വെച്ചുപോയാൽ അത് ക്ലാവ് പിടിക്കുന്നതായിരിക്കും. റോളിംഗ് സ്റ്റോൺ യാദേഴ്സ് നോ മോസ് എന്ന് പറയുന്നത് നമ്മൾ ബാല്യകാലത്ത് പഠിച്ച ഒരു വാചകമാണ്, ഒരു പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്. എങ്കിൽ നിങ്ങൾ എടുത്ത ഈ ഡിഗ്രികൾ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ പ്രയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നിങ്ങൾക്ക് ഉതകുന്ന ഏറ്റവും വലിയ ഉത്തമനായ ഒരു ഉപകാരിയായി ഈ ഡിഗ്രി മാറട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. കാരണം നിങ്ങളുടെ ഫീൽഡ് എന്ന് പറയുന്നത് ആതുര ശുശ്രൂഷയാണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഫീൽഡ്, ഏറ്റവും
ശ്രേഷ്ഠമായ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു കർമ്മരംഗം ആതുര ശുശ്രൂഷ. ഡോക്ടർ രോഗത്തെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ രോഗിയെയും ചികിത്സിക്കുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. രോഗം മാത്രമല്ല, രോഗിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പാരാമെഡിക്കൽ, അലൈഡ് സയൻസ്, അലൈഡ് ഹെൽത്ത് സയൻസ് അതിലേർപ്പെടുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഭാരിച്ച ഒരു ഉത്തരവാദിത്വം. ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാ വിഷയങ്ങളെ കുറിച്ചും കീനോട്ട് അഡ്രസ്സിൽ പറഞ്ഞിരുന്നു. ഗാന്ധിജി എല്ലാം പ്രതീക്ഷയും എല്ലാം കുറിച്ച് ദൈവം, അച്ഛാദിനെ കുറിച്ച്, എല്ലാം ശരിയാകുന്ന ആ ഭാവികാലത്തെ കുറിച്ച്, ശോഭായമാനമായ ആ ഭാവികാലത്തെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നു. പ്രതീക്ഷ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തുന്നത്. പ്രതീക്ഷ. സ്വാമി വിവേകാനന്ദൻ ദാർശനികന്മാരുടെ മാർക്സിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള, മാർക്സിസ്റ്റുകളുടെയും ദാർശനികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യുവാക്കളെ, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. ഞാൻ നിങ്ങളിൽ പ്രതീക്ഷ കാണും. ഇവിടെ ഇരിക്കുന്ന സന്തോഷിക്കുന്ന മുഖങ്ങളിലും പ്രസാദാത്മകത്വമുള്ള മുഖങ്ങളിലും സുപ്രസന്നമായ മുഖങ്ങളിലും ഞാൻ പ്രതീക്ഷയുടെ പുതിയ തിരുനാളങ്ങളും തിരുവട്ടങ്ങളും കാണുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഹോപ്പിനെ കുറിച്ച് പറയുന്നത് അതാണ്. ഹോപ്പ് ഈസ് എ മോറൽ ലാ എന്നാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോറൽ ലാ. പ്രതീക്ഷ എന്ത് തരുന്നു? പ്രതീക്ഷയെ കുറിച്ച് മനോഹരമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതീക്ഷ എന്ന് പറയുന്നത് hope is the soul of the universe എന്നാണ് പറയുന്നത്. hope is the wings of the mind. മനസ്സിന് പറന്നു നടക്കുവാനുള്ള ചിറകുകൾ നൽകുന്ന ഒന്നാണ് hope. തീർന്നില്ല. hope is the flight of imagination. സങ്കല്പത്തിന്റെ വിതാന ശോഭകളിലേക്ക് പറന്നു പോകുവാൻ സഹായിക്കുന്ന ആ മാസ്പര്യമായ അവസ്ഥയാണ് hope. തന്നെയല്ല, it is the charm of the life. It is everything. അതുകൊണ്ട് ജീവിതം ആരംഭിക്കുന്നതും ജീവിതം അവസാനിക്കുന്നതും ഹോപ്പിലാണ്. ഹോപ്പില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിസ്റ്റേക്ക് എന്നാണ്. ഇറ്റ്സ് എ സോഷ്യൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ പ്രതീക്ഷ അത് പൂവണിയട്ടെ, അത് ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. പണ്ട് കീറ്റ്സ് എന്നൊരു കവിയെ നിങ്ങൾ കേട്ടിരിക്കും. കീറ്റ്സ് നമ്മുടെ ചങ്ങമ്പുഴയ്ക്ക് സമാനനായ പാശ്ചാത്യ കവിയാണ് കീറ്റ്സ്, ജോൺ കീറ്റ്സ്. മറ്റൊരു കവി നിങ്ങൾ കേട്ടിരിക്കും, ഷെല്ലി, ബി ഷെല്ലി. കീറ്റ്സിന്റെ കൈ ഒരിക്കൽ പിടിച്ചിട്ട് ഷെല്ലി പറഞ്ഞു, I feel death in his hands. I feel death in his hands. മരണം, തടുത്തുറഞ്ഞ മരണം ഞാൻ അയാളുടെ കൈകളിൽ അനുഭവിക്കുന്നു. കാരണം കീറ്റ്സ് രോഗിയായിരുന്നു, കീറ്റ്സ് ദുർബലനായിരുന്നു, കീറ്റ്സിന്റെ കൈകൾ തണുത്തതായിരുന്നു. ഷെല്ലിക്ക് തോന്നി മരണമാസന്നമാണ്. ഐ ഫീൽ ഡെത്ത് ഇൻ ഹിസ് ഹാൻഡ്സ്. ഒരു വിദഗ്ധനായ മെഡിക്കൽ പ്രാക്ടീഷണറെ പോലെ ഷെല്ലി പറയുകയാണ്, മരണം ആസന്നമാണ്. കീറ്റ്സ് മരിച്ചു. കീറ്റ്സ് മരിച്ചപ്പോൾ ഷെല്ലി എന്താ പറഞ്ഞറിയാമോ? കീറ്റ്സ് അല്ല മരിച്ചത്. കീറ്റ്സ് അല്ല മരിച്ചത്. ഇറ്റ് ഈസ് നോട്ട് കീറ്റ്സ് ഹു ഡിമാൻഡ്, ഇറ്റ് ഈസ് ഡെത്ത് ഹു ഡിമാൻഡ്. കടന്നുപോയത് മരണമാണ്, മരിച്ചത് മരണമാണ്. ശരിയല്ലേ? മഴമേഘങ്ങളുണ്ടല്ലോ, മേഘങ്ങൾ മഴയായി പെയ്യുമ്പോൾ ആരെങ്കിലും പറയുമോ മേഘം മരിച്ചു? മേഘം മഴയായി മാറിയിരിക്കുന്നു, അല്ലേ? It has transformed to rain. അതുപോലെ Keats has transformed to the supreme poetry. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഡിഗ്രി എടുത്ത് കഴിയുമ്പോൾ, നിങ്ങളിത് ഈ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ, നിങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ ആതുര ശുശ്രൂഷയുടെ പര്യായമായി മാറേണ്ടവരാണ്. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നത് ഈ വർത്തിനെ, ജീവിതത്തിന്റെ മൂല്യത്തെ മെഷർ ചെയ്ത് എങ്ങനെയാണ്? നമ്മൾ എത്ര പേർ സ്നേഹിക്കുന്നു. It is measured by the number of persons who love us. പക്ഷേ ഇന്ത്യൻ കോൺസെപ്റ്റ് അതല്ല. ഇന്ത്യൻ കോൺസെപ്റ്റിൽ worth is measured by the number of persons we love. നമ്മൾ സ്നേഹിക്കുന്നവർ അതാണ് മഹത്തായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടാണ് സ്നേഹിക്കേണ്ടത്. നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഇവിടെ വരുന്ന രോഗികളെയാണ്, ആലംബമില്ലാത്തവരെയാണ്, അവശന്മാരെയും ആർത്തന്മാരെയും അസുഖമുള്ളവരെയും
നിരാലംബരെയും നിസ്സഹായരെയും ആണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോഴാണ്. സെലിബ്രിറ്റീസിനെ അറിയില്ല, സിനിമാ നടന്മാർ, ഹോളിവുഡ് നടന്മാർ, അവർക്ക് ഒരു സമൂഹത്തിൽ വരുമ്പോൾ അവരെല്ലാവരും സ്നേഹിക്കുകയാണ്. എല്ലാവരും അവരെ കാണാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. അവർ വരുമ്പോൾ കൈയടിക്കുകയാണ്. അവരെ അടുത്തു കാണുവാൻ, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ, പോസ്റ്റ് ചെയ്യുവാൻ, ഒരു സിഗ്നേച്ചർ മേടിക്കുവാൻ ഒക്കെ വെമ്പൽ കൊള്ളുമ്പോൾ they feel disturbed. ശരിയല്ലേ? അവർ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അവർ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ഈ ക്രൗഡിലും ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിലും തന്നെ കാണുവാൻ മോഹിച്ചു നിൽക്കുന്ന, തന്റെ ഒപ്പിന് വേണ്ടി തന്നോടൊപ്പം ഒരു ചിത്രം എടുക്കുന്നതിന് വേണ്ടി ത്രസിച്ചു നിൽക്കുന്ന തന്റെ ആരാധക വൃന്ദത്തെ കാണുമ്പോഴും ഇവർ വല്ലാതെ അസ്വസ്ഥരാകുന്നു എങ്കിൽ അതെന്തുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത്? എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തെ അറിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇവരെ ആരെയും അറിഞ്ഞുകൂടാ, എനിക്കിതുവരെ ആരെയും അറിഞ്ഞുകൂടാ. ഞാനിവിടെ അസ്വസ്ഥനാകാത്തത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിങ്ങളിൽ പലരെയും അറിയാം. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ കുര്യനെ, അതിനപ്പുറത്തിരിക്കുന്ന ആളിനെ, ശ്രീകാന്തിനെ, എന്നെ സ്വീകരിച്ച ഈ ഇതിന്റെ ഭാരവാഹികളെ, ഇതിന്റെ സമുന്നതരായ ഡോക്ടർമാരെ, എന്റെ മുന്നിലിരിക്കുന്നവരെ പലരെയും എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അസ്വസ്ഥനാകുന്നില്ല. അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥമുണ്ടാകും. ഇന്ന് നമ്മുടെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഇല്ലായ്മയാണ്. കൂട്ടായ്മയുടെ ഇല്ലായ്മയാണ്. കൂട്ടായ്മ എന്ന പ്രയോഗം തന്നെ തെറ്റാണെന്ന് ഇടയ്ക്ക് ആരോ പറയുന്നത്. കാരണം അത് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥയാണ്, അല്ലേ? അപ്പോ വല്ലായ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കൂട്ടാത്ത അവസ്ഥയാണ്. പക്ഷെ കൂട്ടായ്മ എന്നാണ് നമ്മൾ പറയുന്നത്. സാംസ്കാരിക കൂട്ടായ്മ എന്നല്ലേ പറയുന്നത്. പക്ഷെ അത് ഒരു തെറ്റാണെന്ന് മാതൃഭാഷയുടെ അവാർഡ് വാങ്ങിച്ച സ്ഥിതിക്ക് എനിക്കിപ്പോ ഇവിടെ പറയേണ്ടതായിട്ട് വന്നിരിക്കുന്നു. എങ്കിലും ആ തെറ്റ് കുമാരനാശൻ എന്താണ് പറഞ്ഞത്? ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം. ഇന്നലെ ചെയ്തു പോയ ഒരു അബദ്ധം ഇന്ന് ആചാരമായി മാറും. അതിങ്ങനെ ശീലം കൊണ്ട് ആചാരമാകും. നാളത്തെ ശാസ്ത്രമതാവാം അതിൽ മോളായിക സമ്മതം രാജൻ, അല്ലയോ രാജൻ, അത് രാജപ്രകാരമാണ്. അങ്ങും കൂടെ സമ്മതിക്കാമെങ്കിൽ ഇത് ശാസ്ത്രമായി മാറും. ഈ തെറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ കൂട്ടായ്മ കറക്റ്റായിരിക്കും. ആ കൂട്ടായ്മയുടെ ആ വാക്ക് തെറ്റായ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ആ കൂട്ടായ്മയുടെ ഇല്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സന്തോഷിക്കുന്നില്ല. സന്തോഷത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരാളുടെ ട്രാജഡി മറ്റവന്റെ കോമഡിയാണ്. എന്റെ ട്രാജഡി അയൽക്കാരന്റെ കോമഡിയാണ്, അയൽക്കാരന്റെ ട്രാജഡി എന്റെ കോമഡിയാണ്, അല്ലേ? ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നു എന്നാണ് പറയുന്നത്. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നു എന്നുമാണ് ശാസ്ത്രം. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ദുഃഖം, നമ്മുടെ ഒരു സന്തോഷം ഒരാളോട് പങ്കുവയ്ക്കുമ്പോൾ അത് കൂടുകയാണ്. എന്റെ മകൻ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടി. ഞാൻ അയൽക്കാരനെ വിളിച്ചു പറഞ്ഞു, അവന്റെ മകന് പോളിടെക്നിക്കിന് പോലും കിട്ടാതിരിക്കുകയും അയാളുടെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ഇടവപ്പാതി പെയ്യുകയും ചെയ്യും. അത് കാണുമ്പോൾ നമ്മുടെ സന്തോഷവും പോകും. എന്താ വല്ലതില്ല, നമ്മുടെ മോന്റെ റിസൾട്ട് വന്നു, കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ദുഃഖം പങ്കുവെക്കുമ്പോഴോ അത് കുറയുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? എന്റെ ദുഃഖം വേറൊരാളോട് പറയുമ്പോൾ, അയാളുടെ ദുഃഖം പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ ദുഃഖമാണ്. അല്ലെങ്കിൽ അയാൾ ആശ്വസിപ്പിക്കുമ്പോൾ ആ ദുഃഖം കുറയും. നമ്മളൊരു ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ ഒരു ചെറിയ ഒരു മഴ പോലെ എന്തോ ഇന്നലെ മുതൽ വെയിലില്ല അങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരാളോട് പറഞ്ഞാൽ, വേറെ ആരോടും വേണ്ട, അളിയനോട് പറഞ്ഞാൽ മതി. അളിയൻ പറയും, സൂക്ഷിക്കണം കേട്ടോ, ദേവിക്ക് ഇതുപോലെ ഒരു മഴയായിരുന്നു, ഞായറാഴ്ചയാണ് സഞ്ചയം. സംഭവം കഴിഞ്ഞിരിക്കുന്നു, അല്ല ഏത് കഴിഞ്ഞിരിക്കുന്നു. ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കൂടുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നം നിർത്തുന്നില്ല. കാരണം തൊപ്പിയുടെ ഓർമ്മ എനിക്കുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് എന്റെ തൊപ്പി നിലനിർത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ വീണുപോയിടത്തേക്കല്ല നോക്കേണ്ടത്. We don't look at the place where we fell. We look at the place from where we sleep. നമ്മൾ എവിടെ നിന്ന് തെന്നി വീണോ ആ തെന്നി വീണ സ്ഥലം നോക്കുക. മിസ്റ്റേക്കുകളെ തിരുത്തുക. മിസ്റ്റേക്കുകളെ വർണ്ണിക്കുന്നവരാണ് നമ്മുടെ ഇടയിൽ കൂടുതൽ. അങ്ങനെ ഒരു അബദ്ധമാണ് എനിക്ക് പറ്റിയത്. അതല്ല, അബദ്ധം പുറത്ത് പറയേണ്ടതില്ല, അബദ്ധത്തെ തിരുത്തുക. നിങ്ങൾ അങ്ങനെ തിരുത്തിക്കൊണ്ട് പുരോഗതിയുടെ ഒരു പാതയിലേക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ, ഇന്ന് അണിഞ്ഞിരിക്കുന്ന ഈ വിശിഷ്ട വസ്ത്രത്തിന്റെ എല്ലാ ധന്യതകളെയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഏറ്റവും നല്ല ഒരു ഉപദേശമായി എനിക്ക് തരാനുള്ളത്, be a partner in the progress of this environment.
ഈ ചുറ്റുപാടിന്റെയും ഈ അന്തരീക്ഷത്തിന്റെയും ഒരു പാർട്ണറായി നിങ്ങൾ മാറുക. എഡ്യൂക്കേഷനെ കുറിച്ച് അതാണ് പറയുന്നത്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് ടാഗോർ പറഞ്ഞത് ഇന്ത്യയുടെ കാവൽഭടൻ എന്ന് മഹാത്മാവ് വിശേഷിപ്പിച്ച രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ മിയർ പ്രോസസ് ഓഫ് ലേണിംഗ്. കുറെ പഠിക്കുന്ന ലേണിംഗ് ദ ലെസൺസ്, പാഠങ്ങൾ പഠിക്കുന്ന ഒരു വെറും യാന്ത്രികമായ പ്രക്രിയയല്ല വിദ്യാഭ്യാസം. പിന്നെയോ ഇറ്റ് ഈസ് ദ വൺ വിച്ച് ഹെൽപ്സ് എ മാൻ ടു എന്താണ് പ്രകൃതിയുമായി ഹാർമണി കീപ്പ് ചെയ്യുന്ന, ടു കീപ്പ് ഇൻ ഹാർമണി വിത്ത് ദ നേച്ചർ. പ്രകൃതിയുമായും സമസൃഷ്ടങ്ങളുമായും സുഹൃത്തുക്കളുമായും സഹോദരന്മാരുമായും ചരാചരങ്ങളോടും സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹാനുഭൂതിയുടെ അംശങ്ങൾ വർഷിക്കാൻ കഴിയുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമയാവുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്, ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. നമ്മുടെ കലാം സാർ ഉണ്ടല്ലോ, അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, പാവുൾ ബക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം, അദ്ദേഹത്തോട് ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഒന്നിച്ചിരിക്കൂ സർ, പ്ലീസ് സ്മൈൽ. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, വൈ ഷുഡ് ഐ സ്മൈൽ? ഞാൻ എന്തിനു ചിരിക്കണം? Why should you ask me to smile? You make the nation smile. ഈ നേഷനെ ചിരിപ്പിക്കും നിങ്ങൾ. എങ്ങനെ? With your photographs, with your reports, with your positive reports. നിങ്ങൾ ഈ നേഷനെ ചിരിപ്പിക്കും. ശരിയല്ലേ? അവരുടെ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ ചിരിക്കാൻ പറ്റിയതാണ്. കഴിഞ്ഞ ദിവസം ഒരു കവിതയുടെ ഉദ്ഘാടനം എനിക്ക് തന്നുകൊണ്ടാണ് ഡോക്ടർ ബാബു കോടർ വഹിച്ചത്. ആ കവിത അദ്ദേഹം ഇട്ട പേര് വേറെ എന്താണെങ്കിലും അതിലെ ഒരു കവിത എനിക്ക് വല്ലാതെ എന്നെ ആകർഷിച്ചു. കവിതയുടെ പേര് എവിടെ ആങ്ങള എന്നാണ്. എവിടെ ആങ്ങള? അതല്ലേ ഈ സമൂഹം ഏറ്റവും വലിയ ചോദ്യം. ആങ്ങളമാരില്ലാതായി പോയിരിക്കുന്നു. ആങ്ങളമാരില്ല. എവിടെ ആങ്ങള? കുട പിടിച്ചാങ്ങള, കൈ പിടിച്ചാങ്ങള, എവിടെ ആങ്ങള? ആങ്ങള, അങ്ങനെ ഒരു ആങ്ങളയില്ലേ? അതുകൊണ്ടാണ് മഹാനായ കവി, മലയാളത്തിന്റെ മഹാനായ കവി ONV ചോദിച്ചുവല്ലോ, അവളെ തേടുന്നത് മാരനെയല്ല. നിങ്ങൾ വായിച്ചിരിക്കും ഗോതമ്പ് മണികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിത. അതിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോ പറയും, ഈ പെണ്ണ് തേടുന്നത്, അവൾ തേടുന്നത് മാരനെയല്ല, മണാളനെയല്ല, തൻ മാനം കാക്കും ഒരാങ്ങളെ. എന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാങ്ങളയുടെ കരുത്തുറ്റ കരങ്ങൾ, അവന്റെ പ്രസരിപ്പുള്ള മുഖം, അവന്റെ ആശ്വാസം നൽകുന്ന സാന്നിധ്യം, മാരനെയല്ല, മണാളനെയല്ല, തൻ മാനം കാക്കും ഒരാങ്ങളെ. അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആങ്ങളെ എങ്ങനെ വരുമെന്നോ അദ്ദേഹം പറയുന്നു. അത് പറയേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം കുതിരപ്പുറത്തവൻ ഉടവാളുമായി കുതിച്ചെത്തുന്നതെന്നാവോ MGR സിനിമയിലെ നായകൻ വരുന്നത് പോലെയാണ് ഈ ആങ്ങളെ വരുന്നത്. എന്റെ ആവശ്യമില്ല. അദ്ദേഹം ഓട്ടോറിക്ഷ പിടിച്ച് വന്നാലും മതി. ഓട്ടോറിക്ഷ പിടിച്ച് വന്നാലും, നടന്നു വന്നാലും, ഓടി വന്നാലും സമയത്തെത്തണം. He should be in time to help and to rescue. അപ്പൊ അതാണ് ആ വിധത്തിലുള്ള ആങ്ങളെ നൽകുന്ന, ആ വിധത്തിലുള്ള സംരക്ഷണത്തിന്റെ ഒരു വലയം തീർക്കാൻ കഴിയുന്ന സമൂഹം, സ്നേഹത്തിന്റെ സമൂഹം, സൗഹാർദ്ദത്തിന്റെ സമൂഹം, ലാളിത്യത്തിന്റെ ധന്യത, ഇതെല്ലാം പകരുന്ന, നൽകുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗഭാക്കാകുവാൻ ഞാൻ പറഞ്ഞെടുത്ത് തന്നെ എത്തുകയാണ്. Be the partner of the progress of your environment. നിങ്ങളുടെ എൻവയോൺമെന്റ് മറ്റൊന്നുമല്ല, ഈ മുത്തൂറ്റ് മെഡിക്കൽ സെന്ററാണ്. ഇവിടെ നടക്കുന്ന, ഈ പ്രദേശത്ത് നടക്കുന്ന, ഈ ഭാഗത്ത് നടക്കുന്ന, ഈ വമ്പിച്ച ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന വർഷങ്ങളായി, ഇത് 26ാമത്തെ വർഷമായി, 26 കഴിഞ്ഞിരിക്കുന്നു. ഒരു രജത ജൂബിലി കാലം പിന്നിട്ടിട്ട് 27ാമത്തെ വർഷത്തിൽ ഈ വലിയ പ്രദേശം മുഴുവനുള്ള ആളുകളുടെ സൗഖ്യത്തിനു വേണ്ടി, അവരുടെ ആരോഗ്യത്തിന്റെ നിദാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ എൻവയോൺമെന്റിന്റെ മുത്തൂറ്റ് മെഡിക്കൽ സെന്റർ പ്രദാനം ചെയ്യുന്ന സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും ഈ പരിതസ്ഥിതിയിൽ നിങ്ങൾ ഭാഗമാക്കാവുക, അതിന്റെ വികാസത്തിൽ പങ്കുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്